അപ്പോൾ ഗുഡ് മോർണിംഗ് കൊച്ചി, വീണ്ടും വെൽക്കം ബാക്ക് ടു മെക്കൈൻ. കൊച്ചിയിലെ രാവിലത്തെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം വണ്ടിക്കകത്ത് വെച്ച് മിക്കതും സംസാരിച്ചതാണ്, പക്ഷേ അതെല്ലാം വണ്ടിയിൽ സോങ് വരുന്നുണ്ട്, കോപ്പിറൈറ്റ് വരുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീണ്ടും വോയിസ് ഓവർ ചെയ്യുകയാണ്. നമ്മൾ യൂട്യൂബിൽ പുതിയതാണല്ലോ ഗൈസ്, അപ്പോൾ നമുക്കിതെല്ലാം ശ്രദ്ധിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ ഈ റീൽസിന് വേണ്ടിയാണ് കൂടുതൽ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും യൂട്യൂബേഴ്സൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ ചെയ്യുന്ന വലിയ സംഭവം തന്നെയാണ് ഗൈസ്. അതൊക്കെ ഇതിലോട്ട് വരുമ്പോഴേ, പുതിയതായിട്ട് വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. എനിവേ എന്തായാലും നമ്മൾ ഫോട്ടോ വെച്ച് എത്തി. അപ്പം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തതാണ്. മസാല ദോശ, തൈര് സാദം, ഇഡ്ഡലി, സാമ്പാർ, വടയൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞു നമ്മളിങ്ങോട്ട് നടക്കാൻ ഇറങ്ങി. ഇവിടെ MSCയുടെ കപ്പൽ നല്ല അടുത്ത് നിന്ന് കാണാം. നമ്മളെ വിഴിഞ്ഞം പോർട്ട് പോലെ ഇവിടെയും കാണാം. അപ്പം പല കപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. റോമിയോ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ബിജു ഇവിടെ വെറുതെ ഇരിക്കുവാണ്. 2 ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ MSC മാത്രമല്ല, ഇവിടെ വേറെയും കപ്പലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്ത് വെയിറ്റ് ചെയ്യുന്ന, ലോഡ് ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ പോലെയാണ് ഇവിടെയും വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഗൈസ്, അങ്ങനെ ഇവിടെ പെട്ടെന്ന് മഴ പെയ്തു. എന്നാലും കുഴപ്പമില്ല, മഴ ഇങ്ങനെ പെയ്തോടെ നമ്മൾ അങ്ങോട്ട് മാറുവാണ്. പക്ഷേ ഇവിടെ മഴ നനയാതെ നിൽക്കാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കൊള്ളുന്നില്ല. അടുത്ത് നമ്മളിവിടെ മീൻ പിടിക്കുന്ന സ്ഥലത്തോട്ട് നടക്കുവാണ് ഗൈസ്. അവിടെ പോയി എന്തൊക്കെ മീനാണ് അവർ പിടിക്കുന്നത്, ആ പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് നീ പറഞ്ഞ തേടം. ലൈവായിട്ട് കൊണ്ടുവന്നിങ്ങനെ തട്ടുവാണ്. എന്നിട്ട് ഇവർ ഇതിന് ചെയ്യുന്ന മീനായിട്ട് കലപിടിച്ചിട്ട് അങ്ങനെ വാങ്ങുന്നവരുണ്ട്, അല്ലാതെ ഇവർ നമുക്ക് വാങ്ങാൻ കഴിയില്ല. നമ്മൾ കാരണം നല്ല ടൈമിൻ്റെ നമ്മൾ ജസ്റ്റ് വിനോദത്തിലേക്ക് കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ അവരെ കൂടെ കൂടി അവരെ ഹെൽപ്പ് ചെയ്യാണ് ഗൈസ്. ഇതിന് എന്താണ് ഈ വലിക്കുന്നതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇത് നമ്മളെന്നല്ല, ഇവിടെ ആര് വന്നാലും നമുക്ക് ഇവരെ കൂടെ കൂടാം, മീൻ പിടിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ ജസ്റ്റ് നമ്മൾ വന്ന് കണ്ട് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മീൻപിടുത്തവും ആ കാഴ്ചകളും ഒക്കെ കണ്ട് ഗൈസ്, അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് പോവുകയാണ്. അടുത്ത് കുറച്ച് ഹെവി പർച്ചേസാണ് ഗൈസ്. ഈ കാണുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ഇത് പണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കളിപ്പാട്ടമാണെന്നാണ് പുള്ളി പറയുന്നത്. ആ ഒരു ബോട്ടും ഇതും പണ്ടേ ഉള്ളൂ, ഇപ്പോൾ ഒരിടത്തും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കൗതുകത്തിൽ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ഈ ഒരു മഴ സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിളൊക്കെ വേണമെന്ന് പറഞ്ഞ് ബിജു വാങ്ങുവാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് 3ാമത്തെ ദിവസമായി ഗൈസ്. 3ാമത്തെ ദിവസമായിട്ടും ഇതുവരെ വെയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു 3 ദിവസം ഇവിടെ മഴയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പം ബിജുവിന് വാങ്ങിച്ചെങ്കിലും നമ്മളാണ് കഴിക്കുന്നത്. നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഗൈസ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇങ്ങനെ കഴിച്ച് കിടക്കുവാണ്. അപ്പോൾ ഫുൾ ടൈം ഫുഡ് തന്നെയാണ്. പല വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല, ഫുഡ് കഴിക്കുന്ന പലതും ഇതിൽ കാണിച്ചിട്ടില്ല, ഇന്നലത്തേലും കാണിച്ചിട്ടില്ല. അടുത്ത് നമുക്ക് കുറച്ച് ഫോട്ടോ ഷൂട്ട് ആവാമെന്ന് വിചാരിച്ചു. വണ്ടി കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട്, അറിയാമല്ലോ ഫോട്ടോ വെച്ച് കാണാം. അപ്പോൾ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാം കൊച്ചി, ഫോട്ടോ കൊച്ചിയിലെ ഏറ്റവും അടിപൊളി സ്ഥലങ്ങളായിട്ടുള്ള ഒരു 1-2 സ്ഥലങ്ങളാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇട്ട് വണ്ടിയുടെ കുറച്ച് ഫോട്ടോസും നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനിൽ ഈ സൈഡ് വന്നതാണ്. ഈ ഒരു ഭാഗത്ത് ഫുള്ളി ഒരു ഗ്രീൻ മയമാണ്. അപ്പം ലൈറ്റിംഗ് കുറവാണ്, എന്നാലും ഇങ്ങോട്ട് കൊണ്ടുവന്നു. വീണ്ടും അടുത്ത് മറ്റൊരു സ്ഥലം. ഈ ഒരു സ്ഥലത്ത് നമ്മൾ മിക്കതും വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. വെഡ്ഡിങ് ഷൂട്ട്, സിനിമ, അല്ലാതെ കുറേ വണ്ടിയുടെ വീഡിയോസിലൊക്കെ ഈ സ്ഥലം കാണാറുണ്ട്. ഗൈസ്, ഇവിടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ വെയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വെളിച്ചവും കൂടെ കിട്ടിയാനെ. എന്നാലും നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മളെ ഡ്രോൺ ഉണ്ട്, പക്ഷേ ഡ്രോൺ ഇവിടെ ഹൈറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഹൈറ്റ് ചെയ്താൽ ഡ്രോൺ നമുക്ക് തിരിച്ച് കിട്ടുന്നതല്ലായിരിക്കും.
ഗൈസ് അടുത്ത് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. ഈ ഒരു ലൊക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കും, ഓൾഡ് ഹാർബർ ഹോട്ടൽ എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കണ്ട് നമ്മുടെ വണ്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ മട്ടാഞ്ചേരി മാർട്ടിൻ മച്ചാനാണ്. നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ചാടി കയറി ഒരു ലിഫ്റ്റ് കൊടുത്തതാണ് ഗൈസ്. പുള്ളിയെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. ഗൈസ് നമ്മൾ അടുത്തൊരു സ്ഥലത്ത് വന്നേക്കുവാണ്. ഇത് അത്യാവശ്യം ഒരു വൈബ് പ്ലേസ് തന്നെയാണ്. കായലിൻ്റെ അടുത്ത് ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു ബംഗ്ലാവ് എന്ന് തന്നെ പറയാം. നൈസ് സ്പോട്ടാണ് ഗൈസ്. നമ്മൾ ഇവിടെ ആയിരിക്കും ഇന്ന് നൈറ്റ് ഫുള്ള്. ഞാൻ വേറെ വീഡിയോസിൽ കാണിച്ചു തരാം. നമ്മളിവിടെ വെച്ച് നമ്മളെ ഡ്രോണ് ഹൈറ്റ് ചെയ്ത് ഒരു വ്യൂ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നടക്കത്തില്ല, ഇവിടെ അലോഡല്ല. കാരണം എയർഫോഴ്സിൻ്റെ ഓഫീസ് തൊട്ടടുത്താണ്. ഹൈറ്റ് ചെയ്താൽ ഡ്രോൺ കിട്ടത്തില്ല. ഗൈസ് ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ലുക്ക്. ഒരു രക്ഷയില്ല, അടിപൊളി വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനും കാണും, മെയിനായിട്ട് എക്സ്റ്റീരിയറാണ് അടിപൊളി. കാരണം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, അതെല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ നമ്മൾ കൂപ്പർ വെച്ച് ഇവിടെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യുവാണ്. ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പിന്നെ രാത്രി ഉള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോസായിട്ട് വേറെ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു വ്യൂ ഒക്കെ നൈസാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൻ്റെ പേര് പോലും നമുക്കറിയത്തില്ല. ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളത് ചെയ്യും. അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ എന്തൊക്കെ ഇന്ന് പോയി ജസ്റ്റ് നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒരു വീഡിയോ, അത്രയേ ഉള്ളൂ. മെയിനായിട്ട് വണ്ടിയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വണ്ടിയിൽ വന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നു. ഇനിയും പല വീഡിയോ ആയിട്ട് വരും. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ ബൈ ഗൈസ്.